അസ്സലാമലൈക്കും, നമസ്കാരം. ഇതുപോലെ നല്ല കറുത്ത നേന്ത്രപ്പഴം ഉണ്ട് വീട്ടിൽ നിന്ന്. അത് വലിച്ചെറിയൊന്നും വേണ്ട, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ മടിയായിരിക്കും. പക്ഷെ നമുക്ക് നല്ല പലഹാരമായിട്ട് ഇതുപോലെ നല്ല പലഹാരമാക്കിയിട്ട് മാറ്റാം. അപ്പോൾ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണം, നമുക്ക് നല്ല ടേസ്റ്റിയാണ് പിന്നെ കഴിക്കാനായിട്ട്. ഇത് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പൊട്ടിച്ച് നോക്കിയുണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പം തന്നെയാണിത്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അല്ലേ, അതുപോലെ തന്നെ നല്ല അപ്പം. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇതുപോലത്തെ തോലൊക്കെ കറുത്ത നേന്ത്രപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ തോല് ഒഴിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് തോലൊക്കെ ഊരി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതുപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപഴം ആയാലും നമുക്കിതുപോലെ ഉണ്ടാക്കാം പിന്നെ പറ്റും. ഏത് പഴമായാലും നല്ല പഴുപ്പേറിയ പഴമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. അതിലേക്ക് 2 ഏലക്കായും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊന്ന് അടിച്ചെടുക്കുക. തരിയൊന്നുമില്ലാതെ നല്ല അടിച്ചെടുത്തിട്ട് ഇതുപോലെ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല, തീരെ വെള്ളം ചേർത്തേണ്ട. ഇനി നമ്മൾ ഈ അടിച്ചെടുത്ത ഇത് ഈ കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. മിക്സിയിൽ നിന്നൊക്കെ നല്ല തുടച്ചിട്ട് ബൗളിലേക്ക് മാറ്റാം. ഞാൻ നല്ല തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നാളികേരം ചിരവിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളികേരം ചിരവിയത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമ്മൾക്ക് പിന്നെ എത്ര അളവെന്ന് നമ്മൾ ഇട്ടുവിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. ഞാൻ 2 പിന്നെ കയ്യിൽ ഒരു ചെറിയ കരണ്ടിക്ക് 2 കരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. ഒരു 1.5 കരണ്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഇത് മതി. ഇനി പിന്നെ പൊടിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ഒത്തിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർക്കുന്നത്. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ഇളക്കി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയ്യും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിലാണ്, ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഇങ്ങനെ 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 അപ്പമായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ കളറാണെന്ന് വരെ പിന്നെ എണ്ണയിലൊന്ന് വറുത്ത് കോരാം. അത് പിന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ കൂട്ടിപ്പോയത് ഉള്ളു വേവാതെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് പിന്നെ നല്ലൊന്ന് ഗോൾഡൻ കളറായതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി.
ഇപ്പോൾ അത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി അത് എടുത്ത് മാറ്റുകയാണ്. ഇതുപോലെ ഞാൻ മുഴുവനും പിന്നെ ഉണ്ടാക്കട്ടെ, വറുത്ത് കോരട്ടെ. ഞാൻ മുഴുവനായിട്ടും പിന്നെ ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. പഴുത്ത തോലൊക്കെ കറുത്ത് പോയ പഴം ഉണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് കളയാതെ ഇതുപോലെ നല്ല പലഹാരമാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.